33 വയസ്സുള്ളപ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രായം കുറഞ്ഞ സ്പീക്കറായി. സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ പാഫക്കി തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ട് CH മലബാറിലേക്ക് ഒരു കാറിലാണ് വന്നത്. ആ കാറിൽ വരുമ്പോൾ CH ഒരു പച്ച ലീഗുകാരനാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. CH ഒരു സിനിമ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആദ്യത്തെ സീൻ ഇതാവും. കാരണം CH മലബാറിലേക്ക് കാറൂരിൽ വരുമ്പോൾ കൊല്ലത്ത് എടവ എന്ന സ്ഥലത്ത് മുസ്ലിങ്ങളായ കുറേ ആളുകൾ മൂപ്പർക്ക് ഒരു സ്വീകരണം കൊടുക്കും. CH അതിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ഒരു വല്ലാത്ത വിങ്ങൽ അനുഭവിക്കുകയാണ്. ഇപ്പം ആൾക്കാരൊക്കെ കരുതി സ്പീക്കർ സ്ഥാനം രാജിവെച്ച വിങ്ങലാണ്. സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. എൻ്റെ വിങ്ങൽ തീർക്കണമെങ്കിൽ എനിക്ക് മലബാറിലേക്ക് എത്തണം. എനിക്ക് എൻ്റെ വിങ്ങൽ ഇവിടെ വെച്ച് തീർക്കണം. മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ ആ മനുഷ്യർ മുഴുവൻ നിറഞ്ഞ മിഴികളാൽ ആവേശത്തോടെ CHന് പ്രത്യഭിവാദ്യം ചെയ്തു എന്നാണ്. 1967 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ മാപ്പിളാർ സ്കൂൾ പോവില്ലായിരുന്നു. കാരണം വെള്ളിയാഴ്ച റമദാൻ മാസം അവർ സ്കൂൾ പോവില്ല. വെള്ളിയാഴ്ച റമദാൻ മാസം ലീവുള്ള മാപ്പിള സ്കൂൾ CH കൊണ്ടുവന്നതാണ്. പെൺകുട്ടികൾ സ്കൂൾ പോവില്ലായിരുന്നു. പെൺകുട്ടികൾ സ്കൂൾ പോകാത്ത കാരണം എന്താണ്? കാരണം പട്ടിണിയാണ്. പൊരേല് പട്ടിണിയാണ്. രണ്ടാമത് മടിയാണ്. ആ പെൺകുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ മുസ്ലിം നാടാർ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് CH ആണ്. CH വന്നില്ലായിരുന്നുവെങ്കിൽ, CH 1968 സർവകലാശാല കോഴിക്കോട്ട് ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊന്നും ഒരിക്കലും പഠിക്കാനും കഴിയില്ലായിരുന്നു. 1948 ഫറൂഖ് കോളേജ് നമ്മൾ ഉണ്ടാക്കിയത്. 1817 കേരളത്തിൽ ആദ്യത്തെ കോളേജ് CMS കോളേജ് ഉണ്ടാക്കിയത്. 130 കൊല്ലം ബാക്കിലായിരുന്നു നമ്മൾ. 1962 മലബാറിൽ ആദ്യത്തെ പോളിടെക്നിക് തിരൂരിൽ CD സാഹിബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ 30 കൊല്ലം മുന്നേ 1932 തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. CH കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയത് 1968 അതിൻ്റെ 30 കൊല്ലം മുന്നേ 1938 തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. 30 കൊല്ലവും 130 കൊല്ലം പിറകിലായ നമ്മളെ വെറും 73 കൊല്ലം കൊണ്ട് 130 കൊല്ലം പിറകിലാക്കിയവരെക്കാൾ ഉയരത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഒരൊറ്റ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്ന് നഷ്ടപ്പെട്ടത്, കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അന്ന് ജയിച്ചു പോയത്. ഞാൻ പറഞ്ഞത്, അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനോടൊപ്പം മത്സരിച്ച ഒരു പാർട്ടികളും ഇന്ന് നിലവിലില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ ബോർഡിലേക്ക് നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ I ഉണ്ട്. ഇന്ദിരാ കോൺഗ്രസ് ആണ്. 1960-കൾക്ക് ശേഷം ഇന്ദിരാഗാന്ധി പുനഃസംഘടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് നിലവിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചിഹ്ന ഭിന്നമായി പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സിസം, പിന്നെ CPI, RMP, CMP, ഇങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് ഓരോ ഗ്രാമങ്ങളിലും ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന രൂപത്തിൽ ചിഹ്ന ഭിന്നമായി പോയി. പക്ഷേ 1952 അന്ന് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന IUML എന്ന പാർട്ടിയാണ്. ആ പാർട്ടി 1948 സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു തുടർച്ചയെന്നോണം അഭിയന്തനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പുനഃസംഘടിപ്പിച്ച പാർട്ടിയാണ്. ആ പാർട്ടിക്ക് 5 MLA-മാർ മലബാറിൽ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാരണമാണ്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടന്റെ അധിനിവേശ കാലമുണ്ട്. ബ്രിട്ടന്റെ അധിനിവേശ കാലത്ത് നിരന്തരമായ പോരാട്ടങ്ങൾക്ക് വേദിയായ മണ്ണാണ് നമ്മുടെ നാട്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. താനൂരിൽ നിന്ന് താനൂരിലെ അഭിയന്തനായ ഉമ്മൈത്താനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ, തിരൂരങ്ങാടിയിൽ ആലി മുസ്ലിയാരും ലവക്കുട്ടി കുഞ്ഞലവി, അതിനിപ്പുറത്ത് വടക്കുകൂട്ടിൽ മമ്മദ് കുഞ്ഞിത്തങ്ങൾ, ഇതിനിപ്പുറത്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മണ്ണാർക്കാട് ഭാഗത്ത് പോകുമ്പോൾ സീതിക്കോയ തങ്ങൾ, അതിനിപ്പുറത്ത് ചെമ്പ്രശ്ശേരി തങ്ങൾ, ഈ ചാലിയാർ പുഴക്കപ്പുറത്ത് പാലക്കാന്തൊടിക്ക് അബൂബക്കർ മുസ്ലിയാർ, കൊന്നാര് തങ്ങന്മാർ, ഇതൊക്കെ മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മനുഷ്യരായിരുന്നു. അതിനു മുമ്പ് മമ്പുറത്തെ തങ്ങൾ, വെളിയങ്കോട്ട് ഉമർ ഖാദി, നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ മമ്പുറത്ത് തങ്ങളുടെ ഏക മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ നാടുകടത്തിയതാണ് ബ്രിട്ടീഷുകാർ.
മമ്പുറത്തെ തങ്ങൾക്കും ഉമർ ഖാലിക്കും ശേഷം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു നേതാവിൻ്റെയും കബറിടം പോലും ഇവിടെ ഇല്ലാതെ സൂക്ഷിക്കുന്നതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചുപോയി എന്നാണ്. മമ്പുറത്ത് തങ്ങളുടെ ഏക മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതാണ്. മമ്പുറത്ത് തങ്ങളുടെ മകന്റെ കൂട്ടുകാരൻ അഥവാ ഫസൽ പൂക്കോയ തങ്ങളുടെ ശിഷ്യനും കൂട്ടുകാരനുമായ പാണക്കാട്ട് ഷിയാബ് തങ്ങളുടെ വാപ്പായുടെ പേര് പാണക്കാട്ട് പൂക്കോയ തങ്ങൾ എന്നാണ്. PMSA പൂക്കോയ തങ്ങൾ. പൂക്കോയ തങ്ങളെ വളർത്തി വലുതാക്കിയത് അലി ശിഹാബുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന തങ്ങളാണ്. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങൾക്ക് 2 കണ്ണും കാണൂല. അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യവും ഇല്ലാത്ത ആളായി. അതുകൊണ്ട് പാണക്കാട്ട് പൂക്കോയ തങ്ങളെ വളർത്തിയെന്നു മാത്രമല്ല, പൂക്കോയ തങ്ങൾക്ക് ലഭിച്ച ആത്മീയപരമായ വെളിച്ചം അലി ശിഹാബുദ്ദീൻ തങ്ങളിൽ നിന്ന് പകർന്നു ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഈ പാണക്കാട്ട് തങ്ങന്മാരുടെ പേരിനോടൊപ്പം അലി എന്ന് ചേർന്ന് വരാൻ. പൂക്കോയ തങ്ങൾക്ക് ശേഷം ജനിച്ച എല്ലാവർക്കും, അതോ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി, ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ്. ഉമർ അലി, സാദിഖ് അലി, ഈ അലി ചേർന്ന് വരാൻ കാരണം ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ്. ഈ പുതിയ മാളിയേക്കൽ തറവാട് അലി ശിഹാബുദ്ദീൻ തങ്ങൾ നൽകിയതാണ് പാണക്കാട്ട് പൂക്കോയ തങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ആ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ പിതാവിൻ്റെ പേര് പാണക്കാട്ട് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്നുമാണ്. പാണക്കാട്ട് ആദ്യമായി വീട് വെച്ച് താമസിച്ച തങ്ങൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പാണക്കാട് മുഹ്ലാർ ശിഹാബുദ്ദീൻ തങ്ങൾ എന്നല്ല, സയ്യിദ് മുഹ്ലാർ ശിഹാബുദ്ദീൻ തങ്ങൾ എന്നാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് പാണക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ ശുഹദാക്കളൊക്കെ അടക്കം ചെയ്ത പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അഥവാ പാണക്കാട്ട് താമസമാക്കിയ ആദ്യത്തെ തങ്ങൾ പാണക്കാട്ട് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് വെല്ലൂരിലാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മുഴുവൻ നേതാക്കളെയും നാട് കടത്തപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത കാലം, ആ കാലത്ത് ഒറ്റപ്പെട്ടുപോയ മാപ്പിള കുടിലുകളുണ്ട്. ആ മാപ്പിള കുടിലുകളിൽ ഒറ്റപ്പെട്ടുപോയ നമ്മുടെ വല്യുമ്മമാരുണ്ട്. പാവപ്പെട്ട മനുഷ്യർ, പട്ടിണിയിലായ മനുഷ്യർ. ബ്രിട്ടൻ 3/1 പട്ടാളം, അഥവാ ബർമ്മയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെട്ട പഴയ ഇന്ത്യ, ആ പഴയ ഇന്ത്യയിൽ വന്ന 3/1 പട്ടാളം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ ചവിട്ടി അരച്ചുപോയതാണ്. ആ അരച്ചുപോയ കാലത്ത് ഒറ്റപ്പെട്ടുപോയ മാപ്പിള കുടിലുകൾക്ക് കാവൽ കിടന്നത് അഭിയന്തനായ ബഡേക്കണ്ടി പോക്കർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. മലബാർ പ്രദേശത്ത് ഈ 5 ജില്ലകളുണ്ടല്ലോ, ആ 5 ജില്ലകളിൽ രണ്ടാമത്തെ വക്കീലാണ് പോക്കർ സാഹിബ്. 5ാമത്തെ ഡിഗ്രി പാസ്സായ ആളാണ് പോക്കർ സാഹിബ്. അദ്ദേഹം മദ്രാസിൽ വക്കീലായി ജോലി ചെയ്യുന്ന കാലത്ത് തങ്ങളുടെ വല്യമ്മമാർ, തങ്ങളുടെ പെങ്ങന്മാർ, തങ്ങളുടെ ഉമ്മമാർ, തങ്ങളുടെ മാപ്പിളമാരെന്ന് പേരുള്ള പാവപ്പെട്ട മലബാറിലെ കലാപബാധിത പ്രദേശത്തെ ജനങ്ങൾ അവർ പട്ടിണിയിലാണ്, ബ്രിട്ടനോടുള്ള ഭയത്തിലാണ്. മാർഷൽ ലോ നിലനിന്ന നാടാണിത്. മാപ്പിള ഔട്ട് വേസേജ് ആക്ട് നിലനിന്ന കാലാണിത്. ഗിൻകച്ചിൻ പോലത്തെ ഗിരിവർഗ സേനകൾ അടക്കിവാണ നാടാണിത്. ആ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാരുടെ തോക്കിൻ കുഴലിനെ വകവെക്കാതെ മാപ്പിള കുടിലുകളിലേക്ക് വന്നുകൊണ്ട് ആ മാപ്പിള കുടിലുകളിൽ വെച്ചുണ്ടാക്കാനുള്ള അരിയും ഭക്ഷ്യസാധനങ്ങളും കൊടുത്തു എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞത് നിങ്ങൾ ഭയന്നു പോകരുത്, നിങ്ങളുടെ കുടിലുകൾക്ക് മുമ്പിൽ നെഞ്ചുവിരച്ച് ഞാൻ കാവൽ കിടക്കുമെന്ന് പ്രഖ്യാപിച്ചത് അഭിയന്തനായ പോക്കർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പിന്നീട് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന അന്നത്തെ നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ പൈസ ഇല്ലാത്ത കാലം. 1952 ഇലക്ഷനിൽ മുസ്ലിം ലീഗ് തോൽക്കുമെന്ന് എല്ലാവരും പറയാൻ കാരണം എന്താണെന്നറിയോ? മുസ്ലിം ലീഗ് തോൽക്കുമെന്ന് പറയാൻ കാരണം മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ഫണ്ടില്ലായിരുന്നു. ഫണ്ട് മുഴുവൻ ഫറൂഖിൽ ഒരു കോളേജ് ഉണ്ടാക്കാൻ 25,000 രൂപ കൊടുത്തിരുന്നു. നമുക്ക് തമാശ തോന്നും. നമ്മൾ ഇന്ന് 25 പേർ 1000 രൂപ ചേർന്നെടുക്കുന്ന 25,000 അല്ല. നമ്മുടെ വല്യുപ്പമാർ, നമ്മുടെ വല്യുമ്മമാർ പട്ടിണിയിലായ കാലത്ത് തേങ്ങടല് കഴിഞ്ഞാൽ അതിൽ 3-4 തേങ്ങ കൂലിയായി കൊടുത്തിട്ട് ആ തേങ്ങ അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട് വീട്ടിക്ക് പലവരക്ക് സാധനങ്ങൾ വാങ്ങുന്ന കാലം. ആ കാലത്ത് അവരുടെ പോക്കറ്റിലുള്ള ഓട്ടക്കാലണയും മുക്കാലണയും അരയണയും ചേർത്ത് വെച്ച 25,000 രൂപ. ആ 25,000 രൂപ 1948 നമ്മുടെ ഫറൂഖിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ മൗലാന അബുസബാഹ് അഹമ്മദ് അലി മൗലവി സാഹിബിന്റെ നേതൃത്വത്തിൽ, പുളിയാളകത്ത് അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിൽ, കുഞ്ഞിമായ നാജിയുടെ നേതൃത്വത്തിൽ, ഹൈദ്രോസ് വക്കീലിന്റെ നേതൃത്വത്തിൽ സ്വന്തം വീടും പറമ്പും ആണ്ട് പണയം വെച്ചിട്ട് ആ പണം മുഴുവൻ ഫറൂഖ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി സംഭാവന ചെയ്ത കോഴിക്കോട്ടെ കാതിരിക്കോയ ഹാജിയുടെ നേതൃത്വത്തിൽ, അഭിയന്തനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഫറൂഖ് കോളേജ് ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലുണ്ടായിരുന്ന 25,000 കൊടുത്തു. ആ 25,000 ഈ 52 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. അങ്ങനെ ഫണ്ടില്ലാത്ത കാലത്ത് പൊതുയോഗം നടത്താതെ, പോസ്റ്റർ ഒട്ടിക്കാതെ,
മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് സഞ്ചരിക്കാൻ ഒരു കാറുണ്ടായിരുന്നു. ആ കാറ് വിറ്റു. ആ കാറ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് പ്രസംഗിക്കാൻ പോവാൻ കാറ് വേണം. CH 1952 CH പരപ്പിൽ വാർഡിൽ മത്സരിക്കുകയാണ് കോഴിക്കോട്ടെ കോർപ്പറേഷനിലേക്ക്. പരപ്പിൽ വാർഡ് എന്ന് പറയുന്നത് അപ്പക്കോയാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രമാദമായ തെരഞ്ഞെടുപ്പാണ്. CH തോൽക്കുമെന്ന് ഉറപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് 52 ഉപ്പി സാഹിബ് തിരൂരിൽ മത്സരിക്കുന്നത്, ചാക്കേരി കോട്ടക്കലിൽ മത്സരിക്കുന്നത്. CH ആണ് എല്ലായിടത്തും പ്രസംഗിക്കാൻ എത്തേണ്ടത്. ആ കാലത്ത് കാറില്ലാതെ നടന്നുപോയി പ്രസംഗിച്ചിരുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കാറ് വെക്കുകയാണ്. മലബാറിൽ 10-12 കാറുള്ള കാലത്താണ് മുസ്ലിം ലീഗിൻ്റെ കാറ് വെക്കുന്നത്. അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം ലീഗ് ഇവിടെ തുടക്കമിടുന്നത്. അതിനുശേഷം മദ്രാസ് നിയമസഭ കഴിഞ്ഞ് കേരളം രൂപപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ MLA ഇല്ലാത്ത കേരള നിയമസഭയും മുസ്ലിം ലീഗിൻ്റെ MP ഇല്ലാത്ത ഇന്ത്യയുടെ പാർലമെൻറ്റും ഈ 2022 വരെ സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അന്ന് തുടങ്ങിയതാണ്. ഈ പതാക ആദ്യം പിടിച്ചത് അഭിയന്തനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഇവിടെ നാസർ ഫൈസി പറഞ്ഞല്ലോ, ബാഫക്കി തങ്ങൾ ഇന്നലെ നാസർ ഫൈസി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത് ഖായിദെ മില്ലത്താണ് ഇവിടെ ഖുതുബ നിർവഹിച്ച് ഇവിടെ ഈ പള്ളിക്ക് തുടക്കമിട്ടത് എന്ന്. ഖായിദെ മില്ലത്ത് അത്രമേൽ പോന്ന ആളാണ്. ഖായിദെ മില്ലത്ത് സൂഫി വര്യനായി ജീവിച്ച ആളാണ്. 1896 ജനനം. തിരുനെൽവേലിപ്പേട്ടയിലാണ് ജനനം. മിയാൻ കണ്ണ് റാവുത്തറും മുഹീദ്ദീനും ഫാത്തിമ ഉമ്മയുടെയും മകനാണ്. ഉപ്പ ചെറുപ്പത്തിൽ മരിക്കുകയാണ്, വല്ലിപ്പ വളർത്തുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആദ്യമായി പഠിപ്പ് മുടക്കി ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ച് പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങിയതാണ്. വല്ലിപ്പാക്ക് തോന്നി മോനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മദ്രാസിലെ ജമാൽ മുഹീദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മദ്രാസിലെ ജോർജ് ടൗണിലെ തമ്പുരിച്ചെട്ടി തെരുവിൽ ജമാൽ മുഹീദ്ദീൻ സാഹിബിന്റെ കൈ പിടിച്ചേൽപ്പിച്ചു പറഞ്ഞു, ഇത് എന്റെ പേരക്കുട്ടിയാണ്, ഇവൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി നടക്കുകയാണ്, വീട് നോക്കുന്നില്ല, യതീമായ ഇവന്റെ വീട്ടുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവനാണ്. ആ വീട്ടിൽ അന്ന് ഖായിദെ മില്ലത്തിന്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചത്. വെള്ളിപ്പയുടെ രാധിയാണ് അവിടെ എത്തിച്ചത്. ജമാൽ മുഹീദ്ദീൻ സാഹിബ് വലിയ ധനാഢ്യനാണ്. ജമാൽ മുഹീദ്ദീൻ സാഹിബിന് നമുക്കൊരു ബന്ധമുണ്ട്. മാപ്പിള അമലിയറേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ വല്യമ്മമാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാനുള്ള പണം കൊടുത്ത ആളാണ് ജമാൽ മുഹീദ്ദീൻ സാഹിബ്. ഡൽഹിയിലെ ജാമിയ മില്ലിയ സർവകലാശാലയുണ്ടല്ലോ, ആ ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് തറയിടാൻ വേണ്ടിയിട്ട് അന്ന് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ മദ്രാസിൽ പിരിവിന് വന്നപ്പോൾ അതിൻ്റെ തറയിടാനുള്ള മുഴുവൻ പൈസ കൊടുത്ത ആളാണ് ജമാൽ മുഹീദ്ദീൻ സാഹിബ്. ഇപ്പോൾ ഈ വോഡോഫോൺ ഇന്ത്യ ഒക്കെ ഉണ്ടല്ലോ നെറ്റ്വർക്ക്, ഈ വോഡോഫോൺ ഇന്ത്യ നെറ്റ്വർക്കിൻ്റെ ഒക്കെ മദർ കമ്പനി എന്ന് പറയുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പാണ്. ഈ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ JD ബിർളയും ഗാന്ധിജിയും കൂടി മദ്രാസിൽ പിരിവിന് വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഫണ്ട് ശേഖരിക്കാനാണ്. ഗാന്ധിജിക്ക് അന്ന് ജമാൽ മുഹീദ്ദീൻ സാഹിബ് ഒരു ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങക്ക് ഇഷ്ടമുള്ള പൈസ എഴുതിയെടുത്തോളിന്ന്. അതാണ് ജമാൽ മുഹീദ്ദീൻ സാഹിബ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധികളായി അന്ന് ബ്രിട്ടനിൽ പങ്കെടുത്ത രണ്ടുപേർ, ഒന്ന് ജമാൽ മുഹീദ്ദീൻ സാഹിബും ഒന്ന് JD ബിർളയുമാണ്. അത്രയും വലിയ ധനാഢ്യനായ ജമാൽ മുഹീദ്ദീൻ സാഹിബിന്റെ കമ്പനിയിൽ ജോലിക്കാരനായി, പിന്നീട് അതിന്റെ കണക്കെഴുത്തിന്റെ പൂർണ്ണ ചുമതല വഹിച്ചു. പിന്നീട് അതിന്റെ പാർട്ട്ണറായി ജമാൽ മുഹീദ്ദീൻ സാഹിബിന്റെ അനിയന്റെ മകൾ ജമാൽ ഹാമിദ ബീവിയെ കല്യാണം കഴിപ്പിച്ചെടുത്തു. സമ്പത്തിൻ്റെ ആ വലിയ കൂമ്പാരത്തിനിടയിൽ ജീവിച്ച മനുഷ്യൻ ജമാൽ മുഹീദ്ദീൻ സാഹിബ്. അദ്ദേഹത്തെ പോലെ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സുമായി തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ഒരു തുകൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയിൽ ജോലിക്കാരനായിരിക്കെ 1930 ജമാൽ മുഹീദ്ദീൻ സാഹിബ് ലീഗിൽ ചേർന്നപ്പോൾ ജമാൽ മുഹീദ്ദീൻ സാഹിബിൻ്റെ കൂടെ ലീഗിൽ ചേരുകയും 1946 മദ്രാസിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സംവരണ മണ്ഡലത്തിൽ ഇസ്മായിൽ സാഹിബ് മത്സരിക്കാൻ നിന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിയില്ലാതെ ഇസ്മായിൽ സാഹിബ് മദ്രാസ് നിയമസഭയിൽ പോവുകയും മദ്രാസ് നിയമസഭയുടെ പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. ഉലമ ബന്ധത്തിന്റെ വലിയ വിള്ളലുകളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നൊരു കാലത്ത് തമിഴ്നാട് കണ്ട ഏറ്റവും മഹാനായ പണ്ഡിതനാണ് അല്ലാമ അമാനി ഹസ്രത്ത്. അദ്ദേഹത്തിന്റെ പേര് ലിയാവുദ്ദീൻ അഹമ്മദ് എന്നാണ്. ലിയാവുദ്ദീൻ അഹമ്മദ് എന്ന അല്ലാമ അമാനി ഹസ്രത്ത് തമിഴ്നാട്ടിൽ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിന് ശേഷം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മതകലാലയമാണ് മമ്പൗൽ അൻവാർ എന്ന് പറയുന്ന മതകലാലയം. ആ മതകലാലയത്തിന്റെ സനദ്ദാന സമ്മേളനത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് അഭിയന്തനായ ഇസ്മായിൽ സാഹിബിനായിരുന്നു. ഇസ്മായിൽ സാഹിബ് മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും മദ്രാസിലെ പ്രതിപക്ഷ നേതാവുമാണ്. ഇന്നത്തെ തമിഴ്നാടും കർണാടകയും സീമാന്ധ്രയും ആന്ധ്രയും ഒക്കെ ഉൾപ്പെട്ട ഈ പ്രദേശം, ഇന്നത്തെ മലബാർ ഉൾപ്പെട്ട അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്
അന്ന് ആ സനദ്ദാന സമ്മേളനത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അന്ന് അല്ലാമ അമാനി ഹസ്രത്ത് പറഞ്ഞു അത്രേ, പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ധന്യരാണ്. ഇന്ന് ഈ സദസ്സിൽ ചേർന്നിരിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന മഹാമനീഷിയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. ഞാനൊരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ ഇരിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഖായിദേ മില്ലത്താണ്, സമുദായത്തിന്റെ നേതാവാണ്. അല്ലാമ അമാനി ഹസ്രത്ത് പ്രഖ്യാപിച്ചു. ഇസ്മായിൽ സാഹിബ് പ്രസംഗിക്കാൻ നീട്ടുന്നിട്ട് പറഞ്ഞു, അല്ലാമ അമാനി ഹസ്രത്ത്, ഞാനൊക്കെ ഒരു ഉമറ ആണ്, ഒരു തസൗഫില്ലാത്ത മനുഷ്യന്മാരാണ്. ഖായിദേ മില്ലത്ത് വലിയ സൂഫി വര്യനാണ്. അങ്ങ് ഷെയ്ഖുൽ മില്ലത്താണ്. ഞങ്ങളെപ്പോലത്തെ ഉമറാക്കൽ സമുദായത്തിന്റെ ശരീരമാണ്, അങ്ങയെപ്പോലത്തെ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിന്റെ ആത്മാവെന്ന് തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഇസ്മായിൽ സാഹിബ് ഖായിദേ മില്ലത്ത് എന്നും ഈ ലാൽപേട്ടിലെ ഷെയ്ഖുൽ മില്ലത്ത് എന്ന പേരിൽ, ലാൽപേട്ടിലെ ഷെയ്ഖുൽ മില്ലത്ത് എന്ന പേരിൽ അമാനി ഹസ്രത്തും അറിയപ്പെട്ടു എന്നാണ്. ആ ഇസ്മായിൽ സാഹിബാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കപ്പെടാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും സ്വതന്ത്രാനന്തര ഭാരതത്തിൽ മുസ്ലിം ലീഗിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ നേതൃത്വം വഹിക്കുകയും ചെയ്തു. നമ്മൾ ഈ ചെറിയ കാര്യമെന്ന് കരുതണ്ട. 1948 മദ്രാസിലെ രാജാജി ഹാൾ എന്ന ഹാളിൽ ലീഗ് ഉണ്ടായി എന്നാണ് പറയാറുള്ളത്. അന്ന് അങ്ങനത്തെ ഒരു ഹാളില്ല. പിന്നെ എങ്ങനെയാണ് രാജാജി ഹാളിൽ ലീഗ് ഉണ്ടാവുക? മദ്രാസിൽ രാജാജി ഹാൾ ഇല്ല 48, കാരണം അന്ന് രാജാജി മരിച്ചിട്ടില്ല. രാജാജി മരിച്ചതിന് ശേഷം ലഭിച്ചതാണ് രാജാജി ഹാൾ. അതുവരെ ആ ഹാളിന്റെ പേര് മദ്രാസിലെ സർക്കാരിന്റെ അതിഥി മന്ദിരമാണ്. ആ അതിഥി മന്ദിരത്തിൽ വെച്ച് മുസ്ലിം ലീഗിന് യോഗം വിളിക്കാൻ വിധി ഉണ്ടായത് ഒരു ഓഡിറ്റോറിയം കിട്ടാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ യോഗം വിളിക്കാൻ ഓഡിറ്റോറിയം കിട്ടാത്ത കാലത്താണ് 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ MLA ഹോസ്റ്റലിനോട് ചേർന്ന സർക്കാരിന്റെ അതിഥി മന്ദിരത്തിൽ വെച്ച് 157 പേർക്ക് കത്ത് കൊടുത്തിട്ട് വെറും 51 പേർ മാത്രം യോഗത്തിന് വന്നത്. ആ യോഗത്തിന് വന്ന മനുഷ്യരിൽ പലരും പറഞ്ഞു, ഇന്ത്യയിൽ ഇനി മുസ്ലിം ലീഗിന്റെ ആവശ്യമില്ല. കുറ്റിപ്പുറത്തെ MLA മൊയ്തീൻ കുട്ടി സാഹിബ് എണീറ്റുന്നുകൊണ്ട് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ MLA ആണ്, എണീറ്റുന്നുകൊണ്ട് പറഞ്ഞു, ലീഗ് ഇന്ത്യയിൽ വേണം, ലീഗിനൊരു പേര് വേണം, ലീഗിനൊരു കൊടി വേണം, ലീഗിനൊരു നയം വേണം. ഒരു പ്രമേയം അവതരിപ്പിച്ചു. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ചേർന്ന യോഗത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മൊയ്തീൻ കുട്ടി സാഹിബിന്റെ പ്രമേയമാണ്. ഒടുവിൽ ആ പ്രമേയം പാസ്സായി 1037 വോട്ടുകൾക്ക്. അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് രൂപപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗ് എന്ന ഈ പ്രമേയം അവതരിപ്പിച്ച മൊയ്തീൻ കുട്ടി സാഹിബ് കുറ്റിപ്പുറത്ത് വന്ന് യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ സമ്മേളനം നടത്തുകയാണ്, ഞാൻ ലീഗിൽ നിന്ന് രാജിവെക്കുകയാണ്, ഇങ്ങനൊരു പാർട്ടിയുടെ ആവശ്യം ഇനിയില്ല. മൊയ്തീൻ കുട്ടി സാഹിബ് ലീഗിൽ നിന്ന് പോയി. KPCCയുടെ പ്രസിഡന്റൊക്കെ അയാളാണ് മൊയ്തീൻ കുട്ടി സാഹിബ്. ആ മൊയ്തീൻ കുട്ടി സാഹിബ് ലീഗിൽ നിന്ന് പോയി. ലീഗ് ഉണ്ടാക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ച ആൾ. ആ മൊയ്തീൻ കുട്ടി സാഹിബിന്റെ ഒരു പേരക്കുട്ടിയായിട്ട് വരും ഇപ്പോഴത്തെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മൊയ്തീൻ കുട്ടി സാഹിബിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ്, സെക്രട്ടറി വിജയവാഡയിൽ നിന്ന് ഹബീബ് റഹ്മാൻ ബേഗ്, ലീഗിന്റെ ആദ്യത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചു ലീഗിൽ നിന്ന് 3 MP-മാരോടൊപ്പം. എല്ലാവരും പോയപ്പോ മദ്രാസിലെ ദയാമന്ദിലിന്റെ മുറ്റത്ത് നിന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ആര് പോയാലും ആരെതിർത്താലും മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായ ഈ ഹരിത പതാക എൻ്റെ ഈ കൊക്കിൽ റൂഹുള്ളിടത്തോളം കാലം ഞാൻ നിലത്ത് വെക്കൂല എന്നൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചു. ആ മനുഷ്യന്റെ പേരാണ് ഖായിദേ മില്ലത്ത്. 1948 ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നു. ഞങ്ങൾ ഓടുപൊളിച്ചു വന്നവരല്ല, ഞങ്ങൾ അപ്പൂപ്പൻ താടികളായി പറന്നു വന്നിരുന്നവരല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഭൂരിപക്ഷമാവാൻ കഴിയാത്ത ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപപ്പെട്ടാൽ അത് ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾക്ക് തീരാ കളങ്കമാകും. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഈ സഭ തയ്യാറാകണമെന്ന് ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗമുണ്ട്. ഒടുവിൽ അത് എത്തിച്ചേർന്നത് റൈറ്റ് ടു റിലീജിയൻ, മതം പ്രചരിപ്പിക്കാനും, റൈറ്റ് ടു പ്രൊപ്പഗേഷൻ, മതം പ്രചരിപ്പിക്കാനും, മതമനുസരിച്ച് ജീവിക്കാനും, തൊപ്പിവെക്കാനും, പള്ളി ഉണ്ടാക്കാനും, വയൽ നടത്താനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എന്ന രൂപത്തിലേക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മതപരമായ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം എഴുതി ചേർത്തത് അഭിയൊന്നനായ ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പോരാട്ടമാണ്. 1952 ഇന്ത്യയുടെ രാജ്യസഭയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ 18 MLA-മാർ വേണം രാജ്യസഭയ്ക്ക് ഒരു MP ജയിപ്പിക്കാൻ. മുസ്ലിം ലീഗിന് 5 MLA-മാരുള്ളൂ. പക്ഷേ
ഇന്ത്യയുടെ രാജ്യസഭയുടെ ചരിത്രത്തിൽ അപൂർവമായി സ്വതന്ത്രരുടെ മാത്രം പിന്തുണ വാങ്ങിച്ച് ഒരാൾ രാജ്യസഭയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്മായിൽ സാഹിബാണ്. 1962 പോക്കർ സാഹിബിന്റെ മരണശേഷം ഇന്ത്യയുടെ ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഇസ്മായിൽ സാഹിബിനെ നമ്മൾ മഞ്ചേരിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്മായിൽ സാഹിബ് തയ്യാറായില്ല. ജയിലിൽ കിടന്നിട്ട് സഖാവ് കുഞ്ഞാലി ജയിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ. തമിഴ്നാട്ടിലൊരു പശുമ്പൊൻ മുത്തുരാമലിംഗ തേവർ, അദ്ദേഹം വോട്ട് ചോദിക്കാൻ വരാതെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാതെ ജയിച്ചിട്ടുണ്ട്. പല ആൾക്കാരും അങ്ങനെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ലോകസഭയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ നിയമസഭകളുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു മനുഷ്യന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു അംഗീകാരമുണ്ട്. വോട്ട് ചോദിക്കാൻ വരാതെ 3 തവണ തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവാണ്. ഞാൻ പറഞ്ഞത് ഈ ഇസ്മായിൽ സാഹിബിനെ എങ്ങനെ നമ്മൾ നെഞ്ചേറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആകുള്ളൊരു ബേജാറ്, ഈ ഇസ്മായിൽ സാഹിബ് സംസാരിച്ച മൈക്കാണെന്ന പേടിയാണ്. നമ്മൾ ഈ പതാക പിടിച്ചു നടക്കുമ്പോ, നെഞ്ചോട് ചേർത്ത് ഈ പതാക പിടിച്ചു നടക്കുമ്പോൾ, ഈ പതാകയുണ്ടല്ലോ അത് ഇന്ത്യയിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യമായി ഉയർത്തിയത് ഇസ്മായിൽ സാഹിബാണെന്നുള്ള ബോധ്യമുണ്ടായാൽ നമ്മൾ പതറാത്ത ചിത്തത്തോടെ നിന്ന് നയിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമോ MLA സ്ഥാനമോ MP സ്ഥാനമോ വേണ്ട. ഞങ്ങൾക്കൊരു സ്ഥാനം മാത്രം മതി. സ്ഫുരിക്കുന്ന താടിരോമങ്ങളോടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇസ്സത്തിന്റെ പ്രതീകമായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ഈ മഹാമനീഷിയുടെ അനുയായി എന്ന സ്ഥാനം മാത്രം മതി എന്ന് പ്രസംഗിച്ചത് CH മുഹമ്മദ് കോയയാണ്. സ്റ്റാൻലി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത്. മരിക്കണ സമയത്ത് മനുഷ്യന്മാർക്ക് വേറെ വല്ല ചിന്ത ഉണ്ടാവുമോ? ബാഫക്കി തങ്ങളും CH മുഹമ്മദ് സാഹിബും ഷംനാട് സാഹിബും ഒക്കെ ഖായിദെ മില്ലത്തിനെ കാണാൻ ഓടിയെത്തുകയാണ്. തമിഴ്നാടിലെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ AK സ്റ്റാലിന്റെ അച്ഛൻ കലൈഞ്ചർ കരുണാനിധി ഇസ്മായിൽ സാഹിബിന് അസുഖമാണെന്നറിഞ്ഞ്, അസുഖം മൂർജിച്ചെന്നറിഞ്ഞ് ഓടി വരികയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഓടി വന്ന് ചാര നിൽക്കുകയാണ്. കരുണാനിധിയുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി. ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരെയും വിളിച്ച്, നമുക്കിനി അണ്ണാതുരയില്ല, നമ്മുടെ ലീഡർ ഖായിദെ മില്ലത്ത് അവറുകളാണ്, ഖായിദെ മില്ലത്തിനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് മന്ത്രിമാരെല്ലാവരും ഓഫീസിൽ പോയി ചാർജ് എടുത്താൽ മതി എന്ന് ഉത്തരവിട്ട കരുണാനിധി ഇസ്മായിൽ സാഹിബിന്റെ ചാര വന്ന് ഇസ്മായിൽ സാഹിബിന്റെ കിടപ്പ് കണ്ട് ദുഃഖത്തോടെ നോക്കി നിൽക്കുകയാണ്. കരുണാനിധി ഇസ്മായിൽ സാഹിബിന്റെ മുഖത്ത് നോക്കുന്നത് കണ്ട് ആരോ ചെവിയിൽ പറഞ്ഞു അത്രേ, ഇസ്മായിൽ സാഹിബ് കരുണാനിധി കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ലീഗാകുന്നത് എന്ന ചോദ്യത്തിന് എനിക്കൊരൊറ്റ ഉത്തരവുള്ളൂ. ആ ഉത്തരം ഇതാണ്. ഇസ്മായിൽ സാഹിബ് കലിമ ചൊല്ലിയാണ് അള്ളാഹുവിലേക്ക് പറന്നുപോയത്. ഇസ്മായിൽ സാഹിബ് ഉറക്ക ഷഹാദത്ത് കലിമ ചൊല്ലിയാണ് ഇസ്മായിൽ സാഹിബ് മരിച്ചുപോയത്. ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പ് ഇസ്മായിൽ സാഹിബ് അവസാനമായി സംസാരിച്ചത് കരുണാനിധിയോടാണ്. കരുണാനിധി വന്നു എന്ന വിവരം ആരോ ചെവിയിൽ പറഞ്ഞപ്പോ മരണവെപ്രാളത്തിൽ ഒരു മനുഷ്യൻ അർദ്ധബോധാവസ്ഥയിൽ മെല്ലെ കണ്ണു തുറന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ട് കരുണാനിധിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കരുണാനിധി ആ കൈ ഒന്നിങ്ങനെ അമർത്തിയപ്പോൾ എൻ്റെ തലയിവർ വല്ലാതെ വേദനിക്കുന്നെന്ന ബോധ്യത്തോടു കൂടി, സങ്കടത്തോടു കൂടി ഇസ്മായിൽ സാഹിബിൻ്റെ മുഖത്തേക്ക് തന്നെ കരുണാനിധി നോക്കി. കണ്ണു തുറന്നിട്ട് എന്തോ ചുണ്ടനക്കുന്നത് തോന്നിയപ്പോൾ കരുണാനിധി ഒന്ന് ചെവി കൂർപ്പിച്ചു. എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഇസ്മായിൽ സാഹിബ്, ഈ മുസ്ലിം ലീഗിന്റെ പതാക പിടിക്കുന്നവർ, ഈ പതാക പാറുന്നത് കാണുന്നവർ, തൻ്റെ ഭർത്താവ്, തൻ്റെ മകൻ രാത്രി 12 മണിക്ക് ലീഗിന്റെ കൊടി കെട്ടാൻ പോയി തിരികെ വരുമ്പോ കഷ്ടപ്പെട്ട് വാതിൽ തുറന്നെടുക്കുമ്പോൾ ഓർക്കേണ്ട ഉമ്മ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇസ്മായിൽ സാഹിബ് കരുണാനിധിയോട് പറഞ്ഞത്, കലൈഞ്ചർ കരുണാനിധി, മുസ്ലിം സമുദായത്തിന് അങ്ങ് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ലോകത്ത് അവസാനമായി സംസാരിച്ചത്. അതുകൊണ്ടാണ് മയ്യത്ത് കൊണ്ടുപോവുകയാണ് ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്തെടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് സൂപ്രണ്ട് ഓഫ് പോലീസ് വന്നിട്ട് പറഞ്ഞു, മയ്യത്തെടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് പറയണേ പറഞ്ഞു. റോഡിൽ 2 ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുന്ന് ന്യൂ കോളേജ് മുതൽ വല്ലാജാൻ മസ്ജിദ് മുഴുവൻ നനച്ചു. എന്തിനാണ് നനച്ചത്? തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്തിന്റെ കൂടെ നടന്നു പോകുമ്പോ കാലിൽ ചെരുപ്പിടൂല. ഇസ്മായിൽ സാഹിബിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട്
മുഖ്യമന്ത്രിയുടെ കാല് കൊള്ളാതിരിക്കാൻ. മയ്യത്തെടുക്കുമ്പോൾ ഓടി വന്ന് മയ്യത്ത് കട്ടിലിന് മുമ്പിൽ പിടിച്ചതാ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിലിം സ്റ്റാർ MGR ആണ്. എൻ്റെ തലൈവരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ മുമ്പിൽ ഞാൻ പിടിക്കുമെന്ന് വാശിയോടെ പിടിച്ചത്. ഖബറടക്ക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യൂ, ഇസ്മായിൽ സാഹിബിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫോട്ടോ. 2 മനുഷ്യർ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ഒന്ന് കലൈഞ്ചർ കരുണാനിധിയും ഒന്ന് MGRുമാണത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു ജില്ലയുണ്ട്. ആ ജില്ലയുടെ പേര് ഖായിദെ-മില്ലത്ത് നാഗപട്ടണം ഡിസ്ട്രിക്റ്റ് എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ്റെ പേരിൽ ഒരു ജില്ല. ജഡ്ജിമെൻ്റ് വന്നു കോടതിയുടെ, മനുഷ്യന്മാരുടെ പേരിൽ ജില്ല കൊടുത്താൽ അത് തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെയാണത് പിൻവലിക്കുന്നത്. വല്ലാജാൻ മസ്ജിദ് ആർക്കോട്ട് നവാബ്മാരെ മാത്രം അടക്കം ചെയ്ത മണ്ണാണ്. അവിധനായ ശിഹാബ് തങ്ങൾ ഒരു ദിവസം തമിഴ്നാട്ടിലൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ സിനിമാ നടൻ മമ്മൂട്ടി അന്ന് തങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ അതേ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. തങ്ങൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടി വന്ന് തങ്ങളോട് ഒരുപാട് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ മമ്മൂട്ടി പിരിയാൻ നേരത്ത് പറഞ്ഞു, തങ്ങളെ അങ്ങ് മദ്രാസിൽ വരുമ്പോൾ എന്തായാലും ഒരു 1 വീക്ക് പ്രോഗ്രാം അവിടെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങൊന്ന് ഭക്ഷണം കഴിക്കാൻ വരുമോ, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ എത്തി എൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് കരുതി അന്ന് രാത്രിയാണ് അഭിനന്ദനായ ശിഹാബ് തങ്ങളോട് അന്നത്തെ ആർക്കാട്ട് നവാബ് കാണണമെന്ന് പറഞ്ഞത്. ആർക്കോട്ട് നവാബിനെ കണ്ടു. തങ്ങൾ സംസാരിച്ചിരുന്ന് ഭവ്യതയോടുകൂടി തങ്ങൾ സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. തങ്ങളുടെ കൂടെയുള്ള ആളിങ്ങനെ ഓർമ്മപ്പെടുത്തി, മമ്മൂട്ടിയുടെ ഒരു വിരുന്ന് പറഞ്ഞിരുന്നല്ലോ. തങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല, മറ്റൊരു മീറ്റിങ്ങിൽ പെട്ടുപോയി. കൂടെയുള്ള ആൾ ചോദിച്ചു, തങ്ങളെ മമ്മൂട്ടിയെ പോലത്തെ ഒരാളുടെ വിരുന്ന് ഒഴിവാക്കണമായിരുന്നോ? നിനക്ക് ആർക്കാട്ടിക് നവാബുമാരുടെ മഹത്തറിയില്ല എന്ന് പറഞ്ഞു. ഫാത്തിമ മുസഫർ നാഷണൽ വിമൻസ് ലീഗിൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്. അവരുടെ FB പോസ്റ്റ് ഉണ്ട് ഒരു 1 മന്ത് മുമ്പ്. അതിൽ ആർക്കാട്ടിക് നവാബിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവർ സംസാരിക്കുന്നത് ഇന്നത്തെ ആർക്കാട്ടിക് നവാബിൻ്റെ. അവരുടെ ആ മുഖത്തത്തെ പ്രകാശം ഒന്ന് നോക്കിക്കോളൂ. ആ ആർക്കാട്ടിക് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത ഭൂമിയിൽ അവരിൽ പെടാത്തൊരു മനുഷ്യൻ മാത്രമാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത് ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. റെയിൽപാളം മുറിച്ചടന്ന് പള്ളിയിൽ പോവാം. മേൽപ്പാളം കയറി നടന്നു വരുമ്പോൾ, സാർ എന്തിനാണ് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ അംഗമാണ്, ഞാൻ നിയമലംഘനം നടത്തിയിൽ റെയിൽപാളം മുറിച്ചടക്കുന്നത് നിയമലംഘനമാണല്ലോ, നാളെ എൻ്റെ റബ്ബിനോട് ഞാൻ എന്തു പറയും എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ലീഗ് കമ്മിറ്റികൾ പിരിച്ചുവിടാനുള്ളൊരു കാരണമായിപ്പോൾ ആ വാർഡത്തെ ഏതെങ്കിലും ലീഗിലെ പ്രവർത്തിക്കുന്ന ആളുടെ മോൻക്ക് കോളേജിൽ സീറ്റ് ഇട്ടാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഈ ലീഗ് കമ്മിറ്റികൾ ഇപ്പോൾ പിരിച്ചുവിടാറുണ്ട്. ഇസ്മായിൽ സാഹിബിന് ഒരു മകനാണ് മിയാൻ ഖാൻ ദൂരെ ഒരു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഇസ്മായിൽ സാഹിബിന് അനിയൻ KTM അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു, ഇസ്മായിൽ സാഹിബിൻ്റെ ഏക മകൻ ദൂരെ കോളേജിലാണ് പഠിക്കുന്നത്, ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വേണമായിരുന്നു, ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ വേണമായിരുന്നു. അപ്പോൾ അഭിനന്ദനായ ഇസ്മായിൽ സാഹിബിൻ്റെ തലൈവർ എന്ന് വിളിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ തലൈവർക്കല്ലാതെ ഞാൻ ആർക്ക് ചെയ്തു കൊടുക്കും? സ്പെഷ്യൽ ഉത്തരവിട്ടു, കോളേജ് മാറ്റി ചേർത്തു. സഭയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇസ്മായിൽ സാഹിബിനെ കണ്ടു ചോദിച്ചു, തലൈവരെ മിയാൻ ഖാന് സുഖല്ലേ, നന്നായി പഠിക്കുന്നില്ലേ? നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചത്? ഞാനിങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവന് പെട്ടെന്ന് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഞാനാണ് റെഡിയാക്കി കൊടുത്തത്. വീട്ടിൽ കണ്ട് പോയിട്ട് വിളിച്ചു, മോനെ ഇവിടെ വന്നു, എൻ്റെ കുട്ടി നാളെ മുതൽ കോളേജിൽ പോകണ്ടെന്നു. എന്താണ് അങ്ങനെ പറയണത്? ഇപ്പോൾ മെറിറ്റിൽ പഠിക്കേണ്ട ഒരു കുട്ടിയുടെ സീറ്റിലാണ് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പോയാൽ വാപ്പ മദ്രാസത്തെ ലീഗിലെ നേതാവായതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ആ സീറ്റ് കിട്ടിയത്, അല്ലാതെ വേറൊന്നും ഉണ്ടല്ല. അത് അർഹിച്ചതല്ല. കോളേജിൽ പോയിരുന്നു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വീട്ടിൽ തെരഞ്ഞു വന്നു, ആ കുട്ടിയെ വിടണം. ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഞാൻ വിടൂല, കാരണം ഞാൻ നാളെ എൻ്റെ റബ്ബിനോട് എന്തു പറയുമെന്ന് ചോദിച്ച മനുഷ്യനാണ്. എൻ്റെ റബ്ബിനോട് ഞാൻ എന്ത് ചോദിക്കും? മഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാവാൻ സർവരും നിർബന്ധിച്ചിട്ട് നടക്കുന്നില്ല. ഇസ്മായിൽ സാഹിബ് എന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കണം. ഞാൻ മത്സരിക്കൂല, ഞാനാണ് ഈ ലീഗ് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ. എനിക്ക് മത്സരിക്കാൻ ഉണ്ടാക്കിയ പാർട്ടിയാണെന്ന് ആളുകൾ കരുതൂലേ? NV അബ്ദുസ്സലാം മൗലവിയുടെ ഒരു ഇടപെടലുണ്ട് അവിടെ. ഞാൻ ഇസ്തിഹാറത്ത് നിസ്കരിച്ചപ്പോൾ അള്ളാഹു എന്നെ തോന്നിപ്പിച്ചത് അങ്ങ് മത്സരിക്കണമെന്നാണ്. അങ്ങനെയാണ് അത് ഏറ്റെടുത്തത്. പൂർണ്ണമായും ഒരു സൂഫി വര്യനായി ജീവിച്ചൊരു മനുഷ്യൻ.
ഇസ്മായിൽ സാഹിബിൻ്റെ നാട്ടിൽ ലീഗില്ല ഇവിടത്തെ പോലെ. കാരണം അവിടെ ഒരു സീതി സാഹിബ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലബാറിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? അതിനൊരു ഉത്തരവുള്ളൂ, അതാണ് സീതി സാഹിബ്. കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത്. മഹാരാജാസ് കോളേജിൽ മഹാദേവ അയ്യർ സ്വർണ്ണ മെഡലോടുകൂടി ഇൻ്റർമീഡിയറ്റ് പാസ്സായ കുട്ടിയാണ്. തിരുവനന്തപുരത്തെ ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി അന്നത്തെ മഹാരാജാസ് കോളേജിൽ ഡിഗ്രി പാസ്സായി. 1924 ഡിഗ്രി പാസ്സാവണം, പക്ഷേ 23 ഡിഗ്രി പാസ്സാവണം. പക്ഷേ സീതി സാഹിബ് 24 പാസ്സായത്. ഒരു കൊല്ലം നഷ്ടമായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ്. 24 ഡിഗ്രി പാസ്സായപ്പോൾ എല്ലാവരും മദ്രാസിൽ പോയി പഠിക്കണം. ഇസ്മായിൽ സാഹിബിൻ്റെ വാപ്പ പറഞ്ഞു, നീ തിരുവനന്തപുരത്ത് പഠിച്ചാൽ മതി. തിരുവനന്തപുരത്ത് അന്ന് തിരുവിതാംകൂറിലെ LMS ഹോസ്റ്റലിൽ താമസിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിച്ചു. ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഗൗരി ശങ്കർ മിശ്ര എന്ന് പറയുന്ന ഒരാൾ പ്രസംഗിക്കാൻ വന്നപ്പോൾ, ലോ കോളേജിലെ കുട്ടികളുമായി സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. മാഷ്മാർ പോലും ആകെ അന്തമുട്ടുപോയിന്ന്. തിരുവനന്തപുരം നഗരിയിൽ ചർച്ചയായി. മഹാനായ ഗാന്ധിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം ശ്രദ്ധേയനായി. അദ്ദേഹം തിരുവനന്തപുരത്തിലെ പഠനം കഴിഞ്ഞ് മദ്രാസിൽ പോയി വക്കീൽ പഠനം പൂർത്തീകരിച്ച് അവിടുത്തെ പരിശീലനം പൂർത്തീകരിച്ച് നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഗാന്ധിജിയെ പരിഭാഷപ്പെടുത്തിയ കുട്ടി, എണ്ണം പറഞ്ഞ വക്കീൽ, സീതി മുഹമ്മദിൻ്റെ മകൻ. ഇനി ഇതിൽ പറഞ്ഞ യോഗ്യതകൾ എന്ത് വേണം? കൊച്ചി നിയമസഭയ്ക്ക് 1928 1930 മത്സരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എതിർ സ്ഥാനാർത്ഥി ഇല്ല. 2 തവണ എതിരില്ലാതെ കൊച്ചി നിയമസഭയിൽ MLA. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സീതി സാഹിബ് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം റുപ്യ ഫീസ് വാങ്ങിക്കുന്ന സുപ്രീം കോടതി വക്കീലാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ മനുഷ്യനാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് തലശ്ശേരിയിൽ, മലബാറിലെ തലശ്ശേരിയിൽ വന്ന് താമസിച്ച് തൻ്റെ കരിയർ, തൻ്റെ പ്രൊഫഷൻ, കേസ് വാദിക്കാൻ വന്നത് തന്നെയാണ്. തൻ്റെ ശോഭനമായ ഭാവി നെഹ്റുവും ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന ആസാദുമുള്ള കാലത്ത് കോൺഗ്രസ് ലാഹോറിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ലാഹോർ ഉച്ചകോടി 1928 നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ സീതി സാഹിബായി. ആ പരിപാടിയൊക്കെ വിട്ടിട്ട് ഈ തലശ്ശേരിയിൽ വന്ന് താമസിച്ച് 1932 കാലത്ത് സീതി സാഹിബ് ഉണ്ടാക്കിയതാണ് ചന്ദ്രിക. 1937 ആകുമ്പോഴേക്ക് തലശ്ശേരിയിൽ ലീഗ് ഉണ്ടാക്കുന്നു. കോഴിക്കോട്ടെ കാതിരിക്കോയ ഹാജിയുടെ നേതൃത്വത്തിൽ ലീഗ് ഉണ്ടാക്കുന്നു. തിരൂരങ്ങാടിയിൽ MK ഹാജിയുടെ നേതൃത്വത്തിൽ ലീഗ് ഉണ്ടാക്കുന്നു. ലീഗിന്റെ കമ്മിറ്റികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അഭിനന്ദരായ സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല നേതാവ് അറക്കൽ, കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിലെ അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ പ്രസിഡന്റ്, സെക്രട്ടറി ഹാജി ഇസാഖ് അബ്ദുൽ സത്താർ സേട്ടു സാഹിബ്, ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ ട്രഷററായിട്ട് CP മമ്മൂക്കേ ട്രഷറർ, ഉപ്പി സാഹിബും അഭിനന്ദനായ ഹൈദ്രോസ് വക്കീലും കാതിരിക്കോയാജിയും സീതി സാഹിബും വൈസ് പ്രസിഡന്റുമാരും ജോയിന്റ് സെക്രട്ടറിമാരും. അടിപൊളി ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി 1 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ്. കുറുമ്പ്രനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഗ്ലാമറസ് ആയ കാൻഡിഡേറ്റ് പോക്കർ സാഹിബാണ് മത്സരിക്കുന്നത്. പോക്കർ സാഹിബ് തോറ്റു. ലീഗ് ഉണ്ടായതിനു ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് തോൽക്കാൻ കാരണം എന്താണ്? തോൽപ്പിച്ചത് ബാഫക്കി തങ്ങൾ എന്ന ലീഗിന്റെ, പിന്നീട് ലീഗിന്റെ നേതാവായി വന്ന ഒരു തങ്ങളാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ അരിക്കച്ചവടം, വടകരയിൽ കൊപ്രക്കച്ചവടം, റങ്കൂണിലും മലേഷ്യയിലും ബിസിനസ്സുള്ള വലിയൊരു വ്യവസായി. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളെന്ന തൻ്റെ അളിയൻ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഗോതയിലിറങ്ങിയ ആൾക്കാർക്ക് കൈവീശി കാണിച്ചിട്ടുള്ളൂ. സീതി സാഹിബ് പ്രസംഗിച്ചെടുത്ത് ആളുകളൊക്കെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. കാരണം അന്ന് നികുതി ചീട്ടുള്ളവർക്ക് മാത്രം വോട്ടുള്ളൂ. മൗലാന ഷൗക്കത്ത് അലി എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ലീഡർക്ക് കോഴിക്കോട്ട് അങ്ങാടിയിൽ പ്രസംഗിക്കാൻ പോലീസ് അനുമതി കൊടുത്തില്ല. കാരണം അത്രയും സ്വാധീനമുള്ള ആളായിരുന്നു ആറ്റക്കോയത്തങ്ങൾ. ഈ ആറ്റക്കോയത്തങ്ങളെ ജയിപ്പിച്ചത് അളിയനായ ബാഫക്കി തങ്ങളാണ്. സീതി സാഹിബാണ് ലീഗ്, നമ്മളെ നാട്ടിൽ ലീഗ് ഇല്ലാതെ, ലീഗ് ജയിക്കണമെങ്കിൽ ഒറ്റ സാധനം ചെയ്താൽ മതി. നമ്മൾ മരിച്ചുപോയാലും അടുത്ത 50 കൊല്ലത്തിന് ലീഗിൻ്റെ കൊടി പിടിക്കാനുള്ള നേതാക്കന്മാരുണ്ടാക്കിയാൽ മതി. ലീഗിൻ്റെ ഐഡിയോളജി തിരിയുന്ന. നമുക്കിപ്പോൾ മുഴുവൻ ഫോളോവേഴ്സാണുള്ളത്. ഈ ഫോളോവേഴ്സിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒരു ബോളൊക്കെ കൊടുത്താൽ ഫോളോ അപ്പ് ആണ് മാറിപ്പോകും. ആ ഫോളോവേഴ്സിൽ നിന്ന് ലീഡേഴ്സിനുണ്ടാക്കുന്ന വലിയൊരു കർമ്മമാണ്
ബാഫക്കി തങ്ങൾ ലീഗിൻ്റെ ഒരു ഫോളോവറായിരുന്നു. ആ ഫോളോവറെ കണ്ട് NV ആലിക്കുട്ടി സാഹിബിനെയും കാദിരിക്കോയ ഹാജിയുടെയും നേതൃത്വത്തിൽ സീതി സാഹിബിന്റെ സമ്മർദ്ദഫലമായി തങ്ങളെ അങ്ങ് വരണം, അങ്ങ് ഈ ഉമ്മത്തിന്റെ അമരത്വം ഏറ്റെടുക്കണമെന്ന സീതി സാഹിബിന്റെ അഭ്യർത്ഥനയാണ് ബാഫക്കി തങ്ങളെ ലീഗാക്കിയത്. ബാഫക്കി തങ്ങൾ ലീഗാക്കിയപ്പോ ഈ ബുദ്ധിജീവികളൊന്നും ഉണ്ടായതുകൊണ്ട് ലീഗ് നിലന്നു പോവില്ല. ലീഗ് ജനകീയമാകാൻ ജനകീയരായ നേതാക്കളുണ്ടാകണം. ബാഫക്കി തങ്ങൾ ലീഗായപ്പോ ഉത്തര മലബാറുകാരൊക്കെ ലീഗായി. പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ കോൺഗ്രസ് നേതാവായിരുന്നു. 1940 ചാക്കീരി അഹമ്മദുട്ടി സാഹിബിന്റെ ശ്രമഫലമായി സീതി സാഹിബിന്റെ പിന്തുണയാൽ പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ ലീഗായപ്പോൾ, അഭിനന്ദനായ പൂക്കോയ തങ്ങൾ ലീഗായപ്പോൾ നമ്മുടെ നാട്ടിലത്തെ നാട്ടിലത്തെ സാധാ മാപ്പിളാരൊക്കെ പാണക്കാട്ട് തങ്ങൾ ലീഗായി. അതുകൊണ്ട് ഞങ്ങൾ ലീഗ് സേട്ടു സാഹിബിൻ്റെ മകനാണെന്ന് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിളിച്ചാക്കി കൊടുക്കട്ടെ. സേട്ടു സാഹിബ് മൈസൂരിൽ പഠിക്കുകയാണ്. ആ കുട്ടീനെ കൊടുത്തിട്ട് 1942 MSFന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ച സീതി സാഹിബാണ്. എറണാകുളത്ത് ചേർന്നൊരു കുട്ടിയെ പിടിച്ചിട്ട് തിരുവനന്തപുരത്തെ പേര് വെട്ടി ചേർത്തു. ഈ കുട്ടി പറഞ്ഞിട്ട് എറണാകുളത്ത് പഠിച്ചാൽ മതി, വാപ്പാനോട് ഞാൻ പറഞ്ഞോടാ തിരുവനന്തപുരത്ത് പഠിച്ചാൽ മതി. ഈ കുട്ടി സങ്കടത്തോടെ വന്നപ്പോൾ, മോനെ ഇതൊരു സാധാ വക്കീലാവേണ്ട ആളല്ല, നിനക്ക് ഫ്ലവറി ലാംഗ്വേജ് വേണം. ആ ഫ്ലവറി ലാംഗ്വേജാണ് അഹമ്മദ് എന്ന കുട്ടിയെ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാനുള്ള സ്ഥൈര്യമുണ്ടാക്കിയത്. സീതി സാഹിബിൻ്റെ സംഭാവനയാണ് അഹമ്മദ് സാഹിബ്. സീതി സാഹിബ് മരിച്ചുപോയതിനു ശേഷവും 10-40 കൊല്ലം ലീഗിൻ്റെ കൊടി പിടിക്കാനുള്ള അഹമ്മദ് സാഹിബ് വരെയുള്ള തലമുറയെ ഉണ്ടാക്കി തന്നിട്ടാണ് സീതി സാഹിബ് പോയത്. അതുകൊണ്ടാണ് ലീഗ് കൂടെ ഉണ്ടായത്. ലോകത്തെ എല്ലാ ആയുസങ്ങളും 10-30 കൊല്ലത്തെ ആയുസ്സുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ചു. പക്ഷെ ലീഗ് അതുപോലെ പ്യൂരിറ്റിയോടെ നിലനിൽക്കാൻ കാരണം സീതി സാഹിബിൻ്റെ വിഷനാണ്. ഞാൻ പറഞ്ഞു വന്നത്, അഭിനന്ദനായ സീതി സാഹിബ് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർ കുട്ടിയാമു സാഹിബിനെ പറ്റി കേട്ടിരുന്നു. TP കുട്ടിയാമു സാഹിബ്. കുട്ടിയാമു സാഹിബിനെ പറ്റി CH പറഞ്ഞത് മലയാളിയുടെ ഷാജഹാൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ മിനാറുള്ള പള്ളീൻ്റെ ആദ്യത്തെ പ്ലാൻ വരച്ചത് കുട്ടിയാമു സാഹിബാണ്. മിനാറുള്ള ആദ്യത്തെ പള്ളി തലശ്ശേരി പള്ളിയാണ്, രണ്ടാമത്തെ പള്ളി തിരുവനന്തപുരത്തെ പാളയം പള്ളിയാണ്. ഇന്ത്യയിലെ എല്ലാ പള്ളികൾക്കും ഒരു മോഡൽ ഉണ്ടാവണമെന്നില്ല. ഫറൂഖ് കോളേജിൻ്റെ രാജാ ഗേറ്റ്, തിരുവങ്ങാടി യത്തീംഖാന, ഇതൊക്കെ പ്ലാൻ വരച്ചത് കുട്ടിയാമു സാഹിബാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് എഞ്ചിനീയർ കുട്ടിയാമു സാഹിബാണ്. ചന്ദ്രയുടെ മാനേജിംഗ് എഡിറ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, ആരാണ് നിങ്ങളുടെ പ്രചോദകൻ, നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകിയത് ആരാണ്? സീതി സാഹിബ്. പൊക്കർ സാഹിബും ഉൾപ്പെടെ അന്നത്തെ തലമുറക്ക് മുഴുവൻ ഇത് സീതി സാഹിബ് ചെയ്ത വലിയൊരു സംഭാവനയാണ്. ഇനി ഞാൻ എൻ്റെ ഉമ്മമാരോടാണ് പറയുന്നത്, സീതി സാഹിബ് ചെയ്ത രണ്ടാമത്തെ സംഭാവന എന്താണ്? മലബാർത്തെ മാപ്പിള. എന്തായിരുന്നു മാപ്പിളൻ്റെ സ്ഥിതി? ക്രൂരർ മുഹമ്മദിയർ എന്ന കുമാരനാശാൻ പാടിയ മാപ്പിള. ഒരു മനുഷ്യൻ്റെ മുഖത്ത് കൊക്കാൻ മടിയുണ്ടായിരുന്ന മാപ്പിള, കുപ്പായിടാത്ത മാപ്പിള, മലപ്പുറം കത്തി അരയിൽ തിരുകിയ മാപ്പിള, നാടുകടത്തപ്പെട്ട മാപ്പിള, ഞാനൊരു മുസൽമാനാണെന്ന് നെഞ്ചുവിരിച്ച് നിന്ന് പറയാൻ അക്ഷരാഭ്യാസമോ കേൾപ്പോ ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യർക്കാണ് അഭിനന്ദനായ സീതി സാഹിബ് തിരൂരും ബോയ്സും തിരൂര് ഗേൾസും ഉണ്ടാക്കിയത്. മലപ്പുറം ബോയ്സും മലപ്പുറം ഗേൾസും കോഴിക്കോട് ഗേൾസും കോഴിക്കോട് ബോയ്സും ഹിമായത്തുൽ ഇസ്ലാം സ്കൂളും തലശ്ശേരി മുബാറക്ക് സ്കൂളൊക്കെ ഉണ്ടാക്കിയത്. പിണറായി വിജയൻ ചോദിക്കാറില്ലേ, മുസ്ലിങ്ങൾ അട്ടിപ്പേരവകാശം എന്തിനാ ഏറ്റെടുക്കുന്നത്? അട്ടിപ്പേരവകാശം ലീഗിനാണോ എന്ന് ചോദിക്കാറില്ലേ? പിണറായി വിജയൻ്റെ അട്ടിപ്പേരവകാശം ലീഗിനാണ്. കാരണം പിണറായി വിജയൻ പഠിച്ചത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. മൂപ്പരനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പിണറായി വിജയന് പഠിക്കാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ UG കോഴ്സും ഇൻ്റർമീഡിയറ്റ് കോഴ്സും കൊടുത്തിട്ട് ആ കോളേജിനെ ഫസ്റ്റ് ഗ്രേഡ് കോളേജാക്കി ഉയർത്തിയത് സീതി സാഹിബാണ്. MLA ഹോസ്റ്റലിൽ ഉറങ്ങുമ്പോൾ ഒരാൾ വന്ന് വാതിൽ മുട്ടിയിട്ട് കോളേജുകൾ അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജിൻ്റെ ചുമരൊക്കെ നക്കി നോക്കിയാൽ ഒരു ചോര കിട്ടും. അത് സീതി സാഹിബിൻ്റെ ചോരയാണ്. ആ മനുഷ്യൻ യാത്ര ചെയ്ത് എന്തൊക്കെ ആവാമായിരുന്നു അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ മലപ്പുറത്തെ ഗവൺമെൻറ് നമ്മുടെ കോട്ടപ്പടിക്കുണ്ടല്ലോ ഗവൺമെൻറ് ബോയ്സും ഗേൾസും ആയിരിക്കുന്നത്, ആ ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാക്കാൻ നാട്ടുകാർ മുമ്പിൽ കൈനീട്ടി പിരിച്ചാണ് 1935 സീതി സാഹിബ് ഉണ്ടാക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ തകർന്നു പോയൊരു സമുദായത്തിനെ വഴിതെളിയിക്കാൻ വിദ്യാഭ്യാസം മാത്രമാണ് ഒരു മരുന്നെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ. എന്നിട്ടിങ്ങനെ മെല്ലെ 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 ഉയർത്തിക്കൊണ്ടിരിക്കുക. MSF 1942 സീതി സാഹിബ് ഉണ്ടാക്കിയതാണ്. ST ഉണ്ടാക്കിയത് സീതി സാഹിബാണ്.
ലീഗിന്റെ RC ഓണർ ആരാണ്? സീതി സാഹിബ്. കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടിട്ട് ഗൺമാനോട് പോയി ചോദിക്കാൻ പറഞ്ഞു, ആ കുട്ടി എവിടേക്കാ പോകുന്നതെന്ന്. ഗൺമാൻ ചോദിച്ച് തിരികെ വന്നപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോവാന്ന് പറഞ്ഞപ്പോൾ മുഖം പൊത്തിയിട്ട് കരഞ്ഞ സീതി സാഹിബ്. എൻ്റെ സമുദായത്തിലെ പെൺകുട്ടികൾ കൂട്ടം കൂട്ടമായി സ്കൂളുകളിലേക്ക് പുസ്തക സഞ്ചിയും തൂക്കി നടന്നു പോകുന്നൊരു കാലം. 1940 മദ്രാസിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 2000 കുട്ടികളാണ്, 2000 പെൺകുട്ടികളാണ് മലബാറിൽ സ്കൂൾക്ക് പോകുന്നത്. അതിൽ മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം 16 എന്ന് എഴുതിയ കാലമാണ്. സീതി സാഹിബ് മരിച്ചുപോയി. സീതി സാഹിബ് മരിച്ചുപോയപ്പോൾ പിന്നെ മുഴുവൻ ഇത് ഏറ്റെടുത്തത് സീതി സാഹിബിന് ശേഷം സീതി സാഹിബ് കണ്ടെത്തിയ തലമുറയാണ് CH പോലെ. സീതി സാഹിബ് ഉണ്ടാക്കിയ ചന്ദ്രികക്ക് വലിയ മാനം നൽകിയത് CH ആണ്. സീതി സാഹിബ് ഉണ്ടാക്കിയ മുസ്ലിം ലീഗിന് ഗ്രാമഗ്രാമാന്തരം ശബ്ദമായത് CH ആണ്. സീതി സാഹിബ് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വിപ്ലവമാന സ്വഭാവം നൽകിയത് CH ആണ്. അഭിനന്ദനായ CHന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 56 വയസ്സിൽ മരിച്ചുപോയൊരു മനുഷ്യൻ. 56 വയസ്സ്. CH മരിച്ചതല്ല, നമ്മൾ കൊന്നതാണ്. CHനെ സമുദായം കൊന്നതാണ്. കാരണം CH മരിക്കാനുള്ളൊരു കാരണം അജലത്തിയ എല്ലാ മനുഷ്യന്മാരും അള്ളാഹുലേക്ക് പോകണം. നിരന്തര യാത്രകൾ, ഷുഗർ, ഉറക്കല്ലായ്മ. VS അച്യുതാനന്ദൻ CH മുഹമ്മദ് കോയക്കാളും 5 വയസ്സ് മൂത്ത ആളാണ്. VS മുഖ്യമന്ത്രിയായ കാലം നമുക്ക് ഓർമ്മയില്ലേ? CH പറ്റി അഹമ്മദ് സാഹിബ് എഴുതി വെച്ചൊരു സാധനമുണ്ട്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുടെ കാലമാണല്ലോ. MLA ഹോസ്റ്റലിൽ PSC മെമ്പറൊക്കെ ആയിരുന്ന സാവാൻകുട്ടി സാഹിബ് ഉറങ്ങാണ്. ഹോസ്റ്റലിൽ വന്ന ഒരാൾ ഇങ്ങനെ മുട്ടി വിളിച്ചപ്പോൾ സാവാൻകുട്ടി സാഹിബ്, രാത്രിയാണ്, റമദാൻ മാസമാണ്, രാത്രി 2 മണിയാണ്. എന്തേന്ന് ചോദിച്ചു. നമുക്കൊരു കോളുണ്ട്. ഫോൺ എടുത്തു. അപ്പുറത്ത് CH ആണ്. എന്താണ് CH? നീ എൻ്റെ റൂമിലേക്കൊന്ന് വന്നു. ഇവർ ഓടിപ്പോയി. CH ആണല്ലോ ഓടിച്ചത്. ഓടിപ്പോയപ്പോൾ CH റമദാൻ മാസം രാത്രി 2 മണിക്ക് ഇരുന്നിട്ട്, പുലർച്ചെ 2 മണിക്ക് ഇരുന്നിട്ട് ഫയൽ നോക്കണം. സാവാൻകുട്ടി സാഹിബ് അകത്ത് ചോദിച്ചു, എന്ത് അബദ്ധമാണ് അങ്ങ് ചെയ്യുന്നത്? അങ്ങക്ക് എത്രയാണ് ഷുഗർ എന്നറിയില്ലേ? ഇങ്ങനെ ജോലി ചെയ്യല്ലേ, ഒന്ന് ഉറങ്ങി, തടി നോക്കിയൊന്ന്. CH 2 ഫയൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അത്രേ, ഇതെൻ്റെ സമുദായമാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നാളെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ വരേണ്ട ഫയലുകളാണ്. ഇത് നോക്കി തീർക്കാതെ ഉറങ്ങാൻ കഴിയില്ല, നീ കൂടി ഒന്നിരിക്കുക എന്ന് പറഞ്ഞു. ആ CHനോടാണോ, ആ CH ഉണ്ടാക്കിയ ഈ മുസ്ലിം ലീഗിനോടാണോ മുസ്ലിമിൻ്റെ അട്ടിപ്പേർ അവകാശത്തെ പറ്റി പിണറായി വിജയൻ ചോദിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ ആത്മകഥ എഴുതാത്ത മുഖ്യമന്ത്രി ആരാണ്? CHനെ എഴുതാൻ അറിയാഞ്ഞിട്ടായിരുന്നോ? 10-12 പുസ്തകം എഴുതിയ ആളല്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച പത്രാധിപരല്ലേ? കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്രാധിപനായ മനുഷ്യനാണ് CH. ഒരു 100 പ്രസംഗവും കുറച്ചൊരു തർക്കലുകളിൽ ഒഴിവാക്കി കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ CH ഒരു 100 അധ്യായം എഴുതുമായിരുന്നു എന്ന് ചെറുപ്പ സാർ എഴുതി വെച്ചു. ഇങ്ങനെ ഈ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ദുഃഖം സ്വന്തം ഒരു ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവർ മൂത്ത കുട്ടി ഉണ്ടല്ലോ, ആ മൂത്ത കുട്ടി മയ്യത്തായി മുമ്പിൽ കിടക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയാത്ത ദുഃഖമാണ്. നമ്മൾ അഭിനന്ദനായ ഹനീഫ് സാഹിബിൻ്റെ മയ്യത്തിന് മുമ്പിൽ കുഞ്ഞാണി ഉസ്താദ് ഇങ്ങനെ നിന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു പറച്ചിൽ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും കുഞ്ഞാണി ഉസ്താദ് അങ്ങനെയായിരുന്നു. അള്ളാഹുവിനെ സ്തുതിക്കും. യൂത്ത് ലീഗിൻ്റെ ട്രഷററായിരുന്നു ഹനീഫ്. മോൻ്റെ കവറിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് വാപ്പ പറയുന്നത് കണ്ടിട്ടുണ്ട്.
സിയച്ചിൻ്റെ ഉമ്മ ചെറിയാരങ്കണ്ടി മറിയോമ്മ മോൻ്റെ മയ്യത്ത് കൂടുന്നപ്പോൾ കരഞ്ഞത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കുട്ടിൻ്റെ മടി നിങ്ങൾ കൊണ്ടുപോയതാണ്. ഇപ്പം മയ്യത്തായിട്ടാണല്ലോ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. ഇതെന്തൊരു വിധിയാണ് റബ്ബേ എന്ന് കരഞ്ഞൊരു ഉമ്മ. വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോവാൻ പൈസ ഇല്ലാത്തൊരു കുട്ടി കൂട്ടുകാരോടൊപ്പം ബാഫയ്ക്ക് തങ്ങളെ പോയി കണ്ട് അവിടെ സ്കൂളിൽ ചേരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉമ്മാനോട് അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, ബാപ്പ ഉമ്മ ഞാൻ സ്കൂളിൽ ചേർന്നു. നിന്നോട് ആരാ സ്കൂളിൽ ചേരാൻ പറഞ്ഞു? വാപ്പാനോട് പറഞ്ഞു. വാപ്പാനോട് ഉമ്മ പറഞ്ഞോളി, അല്ലെങ്കിൽ വാപ്പ തല്ലും. പുസ്തക സഞ്ചി അപ്പുറത്ത് മാറ്റിച്ച് വാപ്പാനോട് പോയി പറയാണ്, വാപ്പ ഞാൻ സ്കൂളിൽ ചേർന്നു. നിന്നോട് ആര് പറഞ്ഞു സ്കൂളിൽ ചേരാൻ? ഞാൻ ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ചേർന്നതാണ്. പറമ്പ് കണ്ടിറങ്ങിയിട്ട് വടിയൻ്റെ എടുത്തിട്ട് മകനെ പൊതിരെ തല്ലിയിട്ട് ആ വാപ്പ ചോദിക്കുന്നത്, നിനക്കാരാടാ ശീലക്കുട വാങ്ങിച്ചു തരിക? ഞാൻ ഇതിൻ്റെ നേതാക്കന്മാരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ. ഏത് ബാഫയ്ക്ക് തങ്ങൾ? ബാഫയ്ക്ക് തങ്ങളെ പറ്റി പ്രധാനപ്പെട്ട എല്ലാവരും പറഞ്ഞത്, നമ്മൾ തലമുറ ബാഫയ്ക്ക് തങ്ങളെ കണ്ടിട്ടില്ല, ഇതിൽ കണ്ടവരുണ്ടാവാം. ആ ഇസ്സത്ത് ദേകുന്ന തലയെക്കെട്ട് കെട്ടിയിട്ട് ഇസ്സത്തിന്റെ ഉടലാർന്ന രൂപം. ഇന്ദിരാഗാന്ധിയും ബാഫയ്ക്ക് തങ്ങളും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ബാഫയ്ക്ക് തങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി പിറകെ വന്നു. ഇന്ദിരാഗാന്ധി ബാഫയ്ക്ക് തങ്ങൾ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ കൈവീശി കാണിച്ചു. ബാഫയ്ക്ക് തങ്ങൾ പോയപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, മാഡം നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ആ പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലല്ലോ. എനിക്ക് ആ മനുഷ്യനെ കണ്ടപ്പോൾ അത് മാത്രമേ ചെയ്യാൻ തോന്നിയത്. പാർലമെന്റ് കാണിക്കാൻ ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൊണ്ടുപോയി. പാർലമെന്റിൽ MP-മാരില്ലാത്തവർക്ക് കണക്കെങ്കിൽ ഫോം പൂരിപ്പിക്കണം. ആ ഫോം പൂരിപ്പിക്കുമ്പോൾ തങ്ങളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫോം പൂരിപ്പിച്ചപ്പോൾ തങ്ങളെ കാണാനില്ല. തങ്ങളെവിടെ പോയി നോക്കിയിട്ട് കാണാല്ലേ. സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇവിടെ ഒരു തലയെക്കെട്ട് തുപ്പിയെക്കെട്ട് ഒരാൾ നിന്നിരുന്നല്ലോ, ഞങ്ങളകത്തേക്ക് കിടത്തി വിട്ടു. അവരേതോട് മുഗള രാജാവേറ്റ വന്നു എന്ന് ചിന്തിച്ചു പോയി. തങ്ങളുടെ ആകാര സൗട്ടം അതാണ്. ആ ബാഫയ്ക്ക് തങ്ങൾ ആ കൊയിലാണ്ടി ലീഗിന്റെ സമ്മേളനത്തിൽ വരികയാണ്. സത്താർ സേട്ടു സാഹിബിനെ 2ാമതും പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന വലിയ ചടങ്ങാണ്. ആ ചടങ്ങിൽ വന്നിട്ട് ഇങ്ങനെ പരിപാടി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. CHന്റെ വാപ്പ കോയോട്ടിയാക്കാന്ന് നാട്ടുകാർ വിളിക്കുന്ന കുറച്ച് നാട്ടുവൈദ്യറ്റൊക്കെ നടക്കുന്ന ഒരു ആലി മുസ്ലിയാർ, പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാർ. മൂപ്പരിങ്ങനെ ചങ്ങായിനോട് പറഞ്ഞു, എനിക്ക് ഈ ബാഫയ്ക്ക് തങ്ങൾക്കൊന്ന് കൈ കൊടുക്കാൻ വല്ലാതെ പൂതിയാവണം. തങ്ങളുടെ ആകാര സൃഷ്ടത്തിന് മുമ്പിൽ നോക്കി അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന മനുഷ്യൻ. ബാഫയ്ക്ക് തങ്ങളുടെ ഒരു ആകാര സൃഷ്ടം മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ ബാഫയ്ക്ക് തങ്ങളുടെ മുമ്പിൽ പോയിട്ട് കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, തങ്ങളെ നിങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കുട്ടിയില്ലേ കോയ, അവൻ്റെ വാപ്പയാണത്. ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ പാവപ്പെട്ട ആലി മുസ്ലിയാരുടെ മുമ്പിൽ അങ്ങ് എണീറ്റുന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആലി മുസ്ലിയാരെ, നിങ്ങൾ പുണ്യം ചെയ്ത പിതാവാണ്. നിങ്ങളുടെ മോൻ കോയുണ്ടല്ലോ, ആ വലിയ നേതാവുള്ള കുട്ടിയാണ്. സത്താർ സേട്ടു സാഹിബിനെ നോക്കിയിട്ട് പറഞ്ഞു, സത്താർ സേട്ടു സാഹിബേ, നമ്മൾ നേരത്തെ സംസാരിച്ച കോയല്ലേ അവൻ്റെ വാപ്പയാണെന്ന്. കൈ കൊടുക്കണം. CD സാഹിബും MP സാഹിബും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പരിപാടി കാണാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. ഓലമേഞ്ഞ വീടല്ലേ, ആ വീട്ടിനകത്തേക്ക് ഓടിക്കയറി ഉമ്മയും കുട്ടികളും കഞ്ഞിൻ്റെ അടുക്കൽ കുടിക്കുകയാണ്. അവിടേക്ക് പോയിട്ട് ചോർത്ത് പിടിച്ച് മകനെ ആഞ്ഞാഞ്ഞ് ചുംബിച്ചിട്ട് പറയാണ്, വാപ്പാനോട് പൊരുത്തപ്പെടണം. നിങ്ങൾ എന്താണ് കുട്ടീനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ, എടി നമ്മളെ മോൻ കോയുണ്ടല്ലോ, അവൻ ചില്ലറക്കാരനല്ല, അവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവായി മാറുമെന്ന് എൻ്റെ ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞടി എന്ന് പറയുമ്പോൾ, അപ്പുറത്തുനിന്ന് ഓലച്ചെരിവിലിരുന്ന് ഉമ്മയും വാപ്പയും കേൾക്കാതെ എങ്ങനെ ഇതൊന്ന് പ്രകടിപ്പിക്കണമെന്നറിയാതെ മുഖം പൊത്തി വിങ്ങി കരഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് 16 വയസ്സുള്ളപ്പോൾ ചന്ദ്രികയുടെ പത്രാധിപ സമിതിയിൽ അംഗമായത്, 20 വയസ്സുള്ളപ്പോൾ കുറ്റിച്ചിറയെന്ന് കൗൺസിലറായത്,
22 വയസ്സുള്ളപ്പോൾ അപ്പക്കോയെ പരാജയപ്പെടുത്തി കൗൺസിലറായത്. 27 വയസ്സുള്ളപ്പോൾ താനൂരിൽ നിന്ന് MLA ആയത്. 33 വയസ്സുള്ളപ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രായം കുറഞ്ഞ സ്പീക്കറായി. സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ പാഫയ്ക്ക് തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ട് CH മലബാറിലേക്ക് ഒരു കാറിലാണ് വന്നത്. ആ കാറിൽ വരുമ്പോൾ CH ഒരു പച്ച ലീഗുകാരനാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. CH ഒരു സിനിമ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആദ്യത്തെ സീൻ ഇതാവും. കാരണം CH മലബാറിലേക്ക് കാറൂരിൽ വരുമ്പോൾ കൊല്ലത്ത് എടവ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങളായ കുറേ ആളുകൾ മൂപ്പർക്ക് ഒരു സ്വീകരണം കൊടുക്കും. CH അതിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ഒരു വല്ലാത്ത വിങ്ങൽ അനുഭവിക്കുകയാണ്. അപ്പം ആൾക്കാരൊക്കെ കരുതി സ്പീക്കർ സ്ഥാനം രാജിവെച്ച വിങ്ങലാണ്. സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. എൻ്റെ വിങ്ങൽ തീർക്കണമെങ്കിൽ എനിക്ക് മലബാറിലേക്ക് എത്തണം. എനിക്ക് എൻ്റെ വിങ്ങൽ ഇവിടെ വെച്ച് തീർക്കണം. മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ ആ മനുഷ്യർ മുഴുവൻ നിറഞ്ഞ മിഴികളാൽ ആവേശത്തോടെ CHന് പ്രത്യഭിവാദ്യം ചെയ്തു എന്നാണ്. 1967 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ മാപ്പിളാർ സ്കൂൾ പോവില്ലായിരുന്നു. കാരണം വെള്ളിയാഴ്ച റമദാൻ മാസം അവർ സ്കൂൾ പോവില്ല. വെള്ളിയാഴ്ച റമദാൻ മാസം ലീവുള്ള മാപ്പിള സ്കൂൾ CH കൊണ്ടുവന്നതാണ്. പെൺകുട്ടികൾ സ്കൂൾ പോവില്ലായിരുന്നു. പെൺകുട്ടികൾ സ്കൂൾ പോകാത്ത കാരണം എന്താണ്? കാരണം പട്ടിണിയാണ്. പൊരേല് പട്ടിണിയാണ്. രണ്ടാമത് മടിയാണ്. ആ പെൺകുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ മുസ്ലിം നാടാർ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് CH ആണ്. CH വന്നില്ലായിരുന്നുവെങ്കിൽ, CH 1968 സർവകലാശാല കോഴിക്കോട്ട് ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊന്നും ഒരിക്കലും പഠിക്കാനും കഴിയില്ലായിരുന്നു. 1948 ഫറൂഖ് കോളേജ് നമ്മൾ ഉണ്ടാക്കിയത്. 1817 കേരളത്തിൽ ആദ്യത്തെ കോളേജ് CMS കോളേജ് ഉണ്ടാക്കിയത്. 130 കൊല്ലം ബാക്കിലായിരുന്നു നമ്മൾ. 1962 മലബാറിൽ ആദ്യത്തെ പോളിടെക്നിക് തിരൂരിൽ സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ 30 കൊല്ലം മുന്നേ 1932 തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. CH കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയത് 1968 അതിൻ്റെ 30 കൊല്ലം മുന്നേ 1938 തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. 30 കൊല്ലവും 130 കൊല്ലം പിറകിലായ നമ്മളെ വെറും 73 കൊല്ലം കൊണ്ട് 130 കൊല്ലം പിറകിലാക്കിയവരെക്കാൾ ഉയരത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഒരൊറ്റ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് നേതൃപരമായ പങ്ക് വഹിച്ചത് CH ആണ്. CHന് ശേഷമുള്ള ഒരു കാലം കൃത്യമായിട്ട് എണ്ണി പറയാണ്ട് അത് സമയദൈർഘ്യം മൂലം ഞാൻ പറയുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ മനുഷ്യരാണ് ലീഗ് നിർമ്മിച്ചത്. കുറേ മനുഷ്യന്മാർ ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ ആദരിച്ചല്ലോ. പാണക്കാട്ട് പൂക്കോയ തങ്ങൾ കേട്ടിട്ടില്ലേ? പൂക്കോയ തങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാർ ദ്വാരിപ്പിക്കാൻ കൊണ്ടുവരും. ഒരു ദിവസം ഒരു ഉപ്പയും ഉമ്മയും കൂടി മോള് ഗർഭിണിയായപ്പോൾ ഒരു 8-ാം മാസമൊക്കെ ആയ സമയത്ത് മോളെ കൊണ്ട് ദ്വാരിപ്പിക്കാൻ വന്നാണ് പൂക്കോയ തങ്ങൾ. പാണക്കാട്ട് പൂക്കോയ തങ്ങൾ അന്ന് പാണക്കാട്ട് വീട്ടിൽ കരണ്ടില്ല. അന്ന് മുനവരൽ തങ്ങൾ പാർക്കുന്ന വീടിന്റെ പഴയ രൂപം, മുഹമ്മദ് അലി തങ്ങളും പുതുക്കി പണിയുന്നതിന് മുമ്പുള്ള പഴയ രൂപം, പഴയ ആ വട്ടമേശക്കുള്ള ഓടിട്ട വീട്, കരണ്ടില്ല. പൂക്കോയ തങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. നല്ല മഴയും പെയ്തു. ഈ ഉമ്മാക്കും മോൾക്കും ഉപ്പാക്കും തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇവരൊരു എറയത്ത് കയറിയും മഴ കാരണം ഇവർക്ക് തിരിച്ചു പോകാനും കഴിയില്ല. തങ്ങൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. മഴയുടെ ഒച്ച കാരണം പ്രത്യേകിച്ച് കേൾക്കുന്നില്ല. ഇവര് അവിടെ നിന്ന് എറയത്ത് മാറിയിരുന്നു. തഹജ്ജുദ് നിസ്കരിക്കാൻ പൂക്കോയ തങ്ങൾ വാതിൽ തുറന്നപ്പോൾ ഇവരെ കണ്ട് പൂക്കോയ തങ്ങൾ ആകെ വ്യസനിച്ചു. ഇവരകത്ത് കുടിച്ചുണ്ട്. നിങ്ങൾക്കൊന്ന് സൗണ്ടിൽ വിളിച്ചൂടായിരുന്നു? ഞങ്ങൾ ഒരുപാട് വിളിച്ചു തങ്ങളെ. തങ്ങളാകെ വിതുമ്പി പോയി വിങ്ങി കരഞ്ഞിട്ട് ദോരന്നിട്ട് ആ മനുഷ്യന്മാരെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ആ വട്ടമേശക്ക് ചുറ്റൊരു ഇരിപ്പാണ്. അഹമ്മദാജി ചോദിച്ചു, എന്തു പറ്റി പൂക്കോയ കുട്ടിക്ക്? ഒന്നുമില്ല. അതിനുശേഷം പാണക്കാട്ട് പൂക്കോയ തങ്ങൾ റൂമിൽ ഉറങ്ങിയിട്ടില്ല. ഒരു 4 കള്ളിയുള്ള ജനാലുണ്ടാക്കിയിട്ട് അതിനപ്പുറത്ത് ഒരു കട്ടിലിട്ടിട്ടാണ് ഉറങ്ങിയത്. അതിലൊരു ജനാലിന്റെ പൊളി അടക്കൂല, ആര് വന്നാലും തുറക്കാം.
ആര് വന്നാലും തുറക്കാം. ആ പാണക്കാട്ട് പൂക്കോയ തങ്ങൾ ഈ പുതിയ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ കൊടി പിടിച്ചതിൻ്റെ പേരിൽ. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ ഒരു ചിറക് പോയപ്പോൾ ഒരു അബ്ദുറഹ്മാൻ ഖാൻ എന്ന് പറയുന്ന ഒരാളെ ആദരിച്ചു. ആ രംഗം മനസ്സൊന്നും പോകുന്നില്ല. ആ മനുഷ്യനെ അവിടുന്ന് നീട്ടി വരാൻ വയ്യ. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങാം. ആ മാലട്ട് കൊടുക്കുമ്പോൾ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയിലെന്താ പറഞ്ഞെന്നറിയാം. അയാളെ പേര് വിളിച്ചത് രസകരമാണ്. 50 കൊല്ലമായിട്ട് തുടർച്ചയായി ചന്ദ്രിക വായിക്കുന്ന ആളെന്നാണ് വിളിച്ചത്. ആ മനുഷ്യൻ ചെവി പറഞ്ഞത്, കുട്ടിയെ, ഞാൻ മുസ്ലിമായി ജനിച്ചവനാണ്. എനിക്കിനി ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ലീഗായിട്ട് മരിക്കണം. മരിച്ചെടുക്കുമ്പോൾ ആ ലീഗിൻ്റെ പതാക എൻ്റെ നെഞ്ചോട് ചേർത്തൊന്ന് പിടിക്കണം. ഇത് മാത്രം. ഇങ്ങനത്തെ കുറേ മനുഷ്യന്മാർ. പ്രതിസന്ധി തോന്നുന്നുണ്ടോ? പിറകിലേക്ക് നോക്കുക. സ്ഫുരിക്കുന്ന താടിരോമങ്ങളാൽ നമുക്ക് സ്ഥൈര്യം പകർന്ന ഒരു മുഖം കാണാം ഖായിദെ മില്ലത്തിന്റെ. അതിനുപ്പുറത്ത് നെറ്റി വിയർക്കുമാറി ചിന്തിക്കുന്ന സിദി സാഹിബിനെ കാണാം. അതിനുപ്പുറത്ത് ഇസ്സത്തിന്റെ ഉടലാർന്ന രൂപമായ ബാഫക്കി തങ്ങളെ കാണാം. അതിനുപ്പുറത്ത് സൗമ്യമായ ആളുകളോട് സംസാരിക്കുന്ന അഭിനന്ദനായ പൂക്കോയ തങ്ങളെ കാണാം. അതിനുപ്പുറത്ത് ആളുകളോട് ഘോരഘോരം, എന്റെ സമുദായത്തിന്റെ തലനാരിയെ ഞാൻ വിട്ടുതരൂല, മറ്റൊരു സമുദായത്തിന്റെ മുടിനാഴിയ എനിക്ക് വേണ്ട എന്ന് പുത്തരിക്കുന്ന മൈതാനിയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സംസാരിക്കുന്ന CH കാണാം. അതിനുപുറത്ത് നെഹ്റുവിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പോക്കർ സാഹിബ് മുതൽ സെട്ടു സാഹിബ് മുതൽ ഇന്ദിരയോടും രാജീവിനോടും കോംപ്രമൈസ് ചെയ്യാതെ പോരാടിയ ബനാത്വാല സാഹിബ് വരെയുള്ള മുഖങ്ങളെ കാണാം. അഹമ്മദ് സാഹിബിന്റെ ഐക്യരാഷ്ട്രസഭയിലെ ആ ഇന്ത്യ എന്ന് എഴുതിയ ബോർഡിന്റെ പിറകിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗുകാരനെ കാണാം. അതിനുപുറത്ത് നരേന്ദ്രമോദിയുടെ മുഖത്തിന് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് ഞങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ അഭിമാനമായ ബഷീർ കയെ കാണാം. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി മുസ്ലിം സമുദായത്തിന്റെ അസിലിൽ തൊട്ട് കളിക്കരുത് എന്ന് പറയുന്ന ചങ്കൂറ്റൽ മുസ്ലിം ലീഗിന്റെ MLA കാണാം. എന്നിട്ട് തിരിഞ്ഞു നിൽക്കുക, അഭിമാനത്തോടെ വിളിക്കുക, മുസ്ലിം ലീഗ് സിന്ദാബാദ്. അസ്സലാമു അലൈക്കും.